തിരുവനന്തപുരം ഹരിത നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഭാഗമായി ഹരിതചട്ട പരിപാലനം ശക്തിപ്പെടുത്തുന്നതിനുള്ള വിപുലമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കേരള നിയമസഭാ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി IAS ഹരിതചട്ട മാർഗനിർദ്ദേശ പ്രചാരണ വാഹനത്തിന് ഫ്ളാഗ് ഓഫ് നൽകി. തിരുവനന്തപുരം ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ അരുൺ രാജ് PN സന്നിധനായിരുന്നു. ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള റിസോഴ്സ് പേഴ്സൺമാരും സന്നദ്ധ പ്രവർത്തകരും പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പരിസ്ഥിതി സൗഹൃദ രീതികൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളിലേക്ക് എത്തിക്കുക, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള നിരോധിത വസ്തുക്കളുടെ ഉപയോഗം ഒഴിവാക്കുക, പുനരുപയോഗിക്കാവുന്ന സാമഗ്രികൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ പ്രധാന സന്ദേശങ്ങളാണ് പ്രചാരണ വാഹനത്തിലൂടെ വ്യാപിപ്പിക്കുക. ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിക്കുന്നതിലൂടെ ശുചിത്വവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പ്രചാരണ വാഹനം വോട്ടർമാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഹരിതചട്ടത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിന് വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. മൈക്ക് അനൗൺസ്മെന്റുകൾ, പ്രദർശനങ്ങൾ, ലഘുലേഖ വിതരണം തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി നടത്തപ്പെടും. അപ്പോൾ ഈ ഇലക്ഷൻസിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഇലക്ഷൻസിൻ്റെ ഒരു ഘട്ടത്തിൽ നമുക്ക് ഗ്രീൻ പ്രാക്ടീസസ് പാലിക്കണം. അത് നമ്മുടെ വോട്ടിംഗ് ദിവസം ആയിക്കോട്ടെ, നമ്മുടെ പ്രചരണമായിക്കോട്ടെ, നമ്മുടെ കമ്മീഷനിങ്, നമ്മുടെ ട്രെയിനിങ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഗ്രീൻ ഹരിത പ്രോട്ടോകോൾ പാലിച്ചിട്ട് ഭക്ഷണം വിതരണമൊക്കെ ചെയ്യണം. So whatever step be there, at every step we will be discarding the use of plastic or non-recyclable materials and promoting green practices എന്നാണ് നമ്മുടെ ഗ്രീൻ ഇലക്ഷൻസ്, ക്ലീൻ ഇലക്ഷൻസ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് നമ്മളിവിടെ കാണുന്നുണ്ട് ഒരു കാർബൺ ന്യൂട്രൽ വെഹിക്കിളാണ്, which can be used for campaigning purposes, which can be used to spread the message across in a സസ്റ്റൈനബിൾ ഈക്കോ ഫ്രണ്ട്ലി മാനർ. ഇതിനെ ടോപ്പിൽ ഒരു സോളർ പാനലാണ്. ആ സോളർ പാനലാണ് നമ്മുടെ ഈ സ്പീക്കേഴ്സിനെ പവർ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയായിട്ട് തന്നെ എല്ലാ ഇലക്ഷൻസിനെ സംബന്ധിച്ചുള്ള എല്ലാ ആൾക്കാരും ഗ്രീൻ പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യൂ എന്ന് ഞാൻ ആശംസിക്കുന്നു.